പല പുരുഷന്മാരും മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ ലിംഗവലിപ്പം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ പാർട്ട്ണറിന്റെ ലൈംഗിക സംതൃപ്തിയാണെങ്കിൽ അവിടെ വേണ്ടത് ലിംഗത്തിന്റെ നീളമല്ല, വണ്ണമാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ കാരണം? ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ മറുപടിയുമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അമേരിക്കയിലെ പ്രശസ്ത യൂറോളജിസ്റ്റും ഷിക്കാഗോ യൂറോളജിക്കൽ സൊസൈറ്റി ബോർഡ് അംഗവുമായ ഡോക്ടർ ഫെൻവ മിൽഹൌസ് ആണ്. അമേരിക്കയിലെ നൂറുകണക്കിന് പുരുഷന്മാർ നേരിടുന്ന ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഡോക്ടർ മിൽഹൌസ്. അമേരിക്കയിലെ മാധ്യമങ്ങൾ യുവർ ഫേവറേറ്റ് യൂറോളജിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ മിൽഹൌസ് TLC നെറ്റ്വർക്കിൻ്റെ ഡോക്ടർ ഡൗൺ ബിലോ എന്ന റിയാലിറ്റി ഷോയിലെ താരവും കൂടിയാണ്. ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഒരു പെനിട്രേറ്റീവ് സെക്സിലൂടെ മാത്രം, അതായത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ മാത്രം ഒരു രതിമൂർച്ചയിലെത്താൻ സാധിക്കുകയില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഘടന തന്നെയാണ്. ഏകദേശം 90% സ്ത്രീകൾക്കും രതിമൂർച്ചയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ക്രിസരിയുടെ സ്റ്റിമുലേഷനും കൂടെ വളരെ ആവശ്യമാണ്. ഒരു സ്ത്രീയുടെ വൾവയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന പയറുമണിയുടെ സാദൃശ്യം തോന്നിക്കുന്ന ഒരു അവയവമാണ് ക്രിസരി എന്ന് പറയുന്നത്. ഈ ക്രിസരിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് ബാഹ്യമായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ബഹുഭൂരിഭാഗം സ്ട്രക്ചറും ഏകദേശം 1 ഇഞ്ച് ഉള്ളിലായിട്ട് സ്ത്രീയുടെ യോനി ആവരണം ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു ആവരണം ചെയ്ത സർഫസ് ഏരിയ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വണ്ണമുള്ള ഒരു ലിംഗമാണ് സ്ത്രീകൾക്ക് ആവശ്യം, അല്ലാതെ നീളമല്ല. സ്ത്രീകൾക്ക് വേണ്ടത് വണ്ണമാണ്, നീളമല്ല എന്ന് പറയുന്ന ഒരു ടീഷർട്ട് വാങ്ങിക്കുന്നതിനെ പറ്റിയും ഡോക്ടർ മിൽഹൌസ് തമാശ രൂപേണ സംസാരിക്കുകയുണ്ടായി. ഒരു സ്ത്രീക്ക് ലൈംഗിക ഉത്തേജനം ഉണർത്തുന്ന നെർവുകൾ അവരുടെ യോനിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ 1-2 ഇഞ്ചിനുള്ളിൽ മാത്രമാണ്. കൂടുതൽ ആഴത്തിൽ യോനിക്കുള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നെർവുകൾ ഇല്ല എന്ന് മാത്രമല്ല, പുരുഷന്റെ ലിംഗം അവരുടെ സെർവിക്സ് എന്ന് പറയുന്ന അവയവത്തിൽ സ്പർശിക്കാനുമൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. സെർവിക്സ് എന്ന് പറയുന്ന അവയവമാണ് ഒരു സ്ത്രീയുടെ യോനിയെ ഗർഭാശയ അറയുമായിട്ട് ബന്ധിപ്പിക്കുന്ന അവയവം. ഒട്ടുമിക്ക സ്ത്രീകൾക്കും അവരുടെ സെർവിക്സ് ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ സ്പർശിക്കുന്നത് ഇഷ്ടപ്പെടാറില്ല എന്നും ഡോക്ടർ മിൽഹൌസ് പറഞ്ഞു. പഠനങ്ങൾ പ്രകാരം ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് പുരുഷന്റെ ലിംഗത്തിന്റെ നീളമല്ല, വണ്ണമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം സ്ത്രീകളിലെ ലൈംഗിക ഉത്തേജനം ഉണർത്തുന്ന ഈ ക്രിസരി എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ, അത് സ്ത്രീകളുടെ ശരീരത്തിനുള്ളിലായിട്ട് യോനിയെ ആവരണം ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം ആ ഒരു ആവരണം ചെയ്ത സർഫസ് ഏരിയ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വണ്ണമുള്ള ലിംഗമാണ് സ്ത്രീകൾക്ക് ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഒരു പുരുഷന്റെ ലിംഗത്തിന്റെ വണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ടെക്നോളജികൾ വല്ലതും ഉണ്ടോ? ഡെർമോ ഹൈലറോണിക് ആസിഡ് ഫില്ലേഴ്സ് എന്ന് പറയുന്ന മെഡിക്കൽ ടെക്നോളജി ഉപയോഗിച്ച് ലിംഗത്തിൻ്റെ വണ്ണം താരതമ്യേന സുരക്ഷിതമായിട്ട് കൂട്ടാം എന്നാണ് ഡോക്ടർ മിൽഹൌസ് പറഞ്ഞത്. ഈ ഡെർമോ ഫില്ലേഴ്സ് എന്ന് പറയുന്ന ടെക്നോളജി ശരീരഭാഗങ്ങൾക്ക്, അതായത് മുഖത്തിൻ്റെയും ചുണ്ടുകളുടെയും ഒക്കെ തുടിപ്പ് വർദ്ധിപ്പിക്കുന്നതിനും യുവത്വം നിലനിർത്തുന്നതിനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ബോട്ടോക്സ് ഇഞ്ചക്ഷനുമായിട്ടൊക്കെ വളരെ സാമ്യമുണ്ടെന്ന് തോന്നിയേക്കാം. പക്ഷേ ബോട്ടോക്സിൻ്റെയും ഡെർമോ ഫില്ലേഴ്സിൻ്റെയും ടെക്നോളജി രണ്ടാണ്. ബോട്ടോക്സ് കൂടുതലും ഉപയോഗിക്കുന്നത് മുഖത്തെ ചുളിവുകൾ നേരെയാക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഡെർമോ ഫില്ലേഴ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ വോളിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഡെർമോ ഫില്ലേഴ്സ് ഇഞ്ചക്റ്റ് ചെയ്യുകയാണെങ്കിൽ ലിംഗത്തിൻ്റെ വണ്ണം വർദ്ധിക്കും. അതോടൊപ്പം ചില പുരുഷന്മാരിൽ ലിംഗത്തിൻ്റെ നീളവും കുറച്ച് കൂടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം ലിംഗത്തിൻ്റെ വണ്ണം വർദ്ധിക്കുമ്പോൾ അത് താഴോട്ട് കുറേ കൂടെ തൂങ്ങിക്കിടക്കുകയും അങ്ങനെ ലിംഗത്തിൻ്റെ നീളം വർദ്ധിച്ചതായിട്ടൊക്കെ തോന്നിക്കുകയും ചെയ്യും. ഈ ഡെർമോ ഫില്ലേഴ്സിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് സർജറി ചെയ്തോ അല്ലെങ്കിൽ ലിംഗം കീറി മുറിച്ചോ ഒന്നും ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ലാത്തത് കൊണ്ട് തന്നെ അത് കുളമായാലോ സൈഡ് എഫക്റ്റുകളും മറ്റും ഉണ്ടായാലോ ഒക്കെ നേരെയാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു അഡ്വാൻറ്റേജ് മറ്റ് മെഡിക്കൽ ടെക്നോളജികൾക്ക് ഇല്ല എന്നും ഡോക്ടർ മിൽഹൌസ് പറഞ്ഞു.